പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന്റെ സത്തയാണ്. ഭരണാധികാരികൾക്കെതിരെ പ്രതിഷേധിക്കാനും അവരെ തിരുത്താനും പൗരന്മാർക്ക് അവകാശമുണ്ട്. പക്ഷേ ഇന്ന് KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിൽ കാണിച്ചത് പ്രതിഷേധമല്ല, സമരാഭാസമാണ്. റോഡിലൂടെ വാഹനത്തിൽ പോകുമ്പോഴോ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴോ കരിങ്കൊടി കാണിക്കുന്നത് പോലെയല്ല ട്രെയിൻ കയറാൻ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് വെച്ച് മന്ത്രിക്ക് നേരെ ഇരച്ചു കയറുന്നത്. പ്രവർത്തകർ മന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ല എന്ന പരിഹാസ്യമായ ന്യായമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത്. ഏത് പൗരനെയും പോലെ ഭരണഘടന നൽകുന്ന സഞ്ചരിക്കാനും ജീവിക്കാനുമുള്ള മൗലികാവകാശം മന്ത്രിമാർക്കുമുണ്ട്. അതിനു നേർക്ക് അക്രാമകമായ കടന്നുകയറ്റം നടത്തുന്നത് ക്രിമിനൽ പ്രവർത്തനമാണ്. മന്ത്രിയുടെ വസതിയിൽ കടന്നുകയറി റീത്ത് വെച്ചിട്ട് ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ എന്നോർക്കണം. അഹിംസ സമരാജ്ഞയാക്കിയ മഹാത്മാഗാന്ധിയുടെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പാർട്ടിയിലെ യുവതലമുറ ഇത്തരത്തിൽ നിയന്ത്രണമില്ലാതെ ഹൂളിഗനിസം കാണിക്കുന്നത് അപമാനകരമാണ്. തെമ്മാടിത്തത്തെ നിലയ്ക്ക് നിർത്തേണ്ട നേതാക്കൾ അതിനെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ലജ്ജാകരവും. ഈ കടന്നുകയറ്റത്തെ തള്ളിപ്പറയാത്ത കോൺഗ്രസുകാർ എങ്ങനെയാണ് കേരളത്തോട് രാഷ്ട്രീയം സംസാരിക്കുക?